ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുക. നമുക്ക് ആദ്യം തന്നെ കടുക് വറുക്കുകയാണ് വേണ്ടത്. ദെൻ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തിട്ടുണ്ട്. ദെൻ നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഒന്നായി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിനി പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മുളക് പൊടി അധികം കരിഞ്ഞു പോവാതെ നോക്കണം. ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കേണ്ടത്. അതൊന്ന് പതച്ച് വന്നതിന് ശേഷം നാരങ്ങ ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ. ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം ഒന്ന് മിക്സായി വന്നു. നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഇതാ നമ്മളെ പുളിങ്കറി ഏകദേശം ആയി വന്നിട്ട് നമുക്കിനി കുറച്ചൊരു ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനിയൊന്നുമില്ല, ശർക്കര ഒന്ന് അതിലേക്ക് ഫുള്ളായിട്ട് ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതാ നമ്മളെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക്